നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് പുഡിങ്ങാണ്. കോക്കനട്ട് മിൽക്കും കോക്കനട്ട് വാട്ടറും എടുത്ത് 2 ലെയറായിട്ട് വെച്ചാണ് ഇത് ചെയ്യുന്നത്. ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. വളരെ രുചികരവുമാണ്. അതിനായി നമ്മൾ ജെലറ്റിൻ കുതിർക്കാനായി ഇടുകയാണ്. ഇത് 1.5 ടേബിൾ സ്പൂൺ ജെലറ്റിൻ ഉണ്ട്. അത് ഒരു 1/2 കപ്പ് വെള്ളത്തിലേക്കാണ് നമ്മൾ കുതിർക്കുന്നത്. 1/2 കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഈ പ്രോസസ്സിനെ ബ്ലൂമിംഗ് എന്നാണ് പറയുന്നത്. 10 മിനിറ്റ് നേരത്തേക്ക് ഇത് അനക്കാതെ വെച്ചിരുന്നാൽ ഇത് നല്ലപോലെ കുതിർന്നു വരും. അത് കഴിഞ്ഞ് നമുക്ക് ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഇത് ഉരുക്കിയെടുക്കാം. നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന ജെലറ്റിൻ ഒരു ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, അപ്പോഴേ ഇത് ഉരുകി വരും. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാലിലേക്കും തേങ്ങാ വെള്ളത്തിലേക്കും ചേർക്കാം. ജെലറ്റിൻ ഇപ്പോൾ നല്ലവണ്ണം 1 മിനിറ്റ് വെച്ചാൽ മതി. അടിയിൽ ബോയിൽ ചെയ്യുന്ന വെള്ളമാണ്, അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നല്ലപോലെ ലൂസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് തയ്യാറാക്കാം. 2 ലെയറായിട്ടാണ് നമ്മൾ ഇന്ന് ഈ കോക്കനട്ട് പുഡിങ് ഉണ്ടാക്കുന്നത്. ഒന്ന് കോക്കനട്ട് മിൽക്കിൻ്റെ ഒരു ലെയറും കോക്കനട്ട് വാട്ടറിൻ്റെ ഒരു ലെയറും, അങ്ങനെ 2 ലെയറായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ കോക്കനട്ട് മിൽക്കിൻ്റെ ലെയറാണ് ചെയ്യാൻ പോകുന്നത്. ഈ കോക്കനട്ട് മിൽക്ക് ഞാൻ 1 കപ്പ് ചെറു ചൂടുവെള്ളത്തിലേക്ക് 1/2 കപ്പ് കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കി എടുത്തതാണ്. അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ നമ്മൾ കോക്കനട്ടിൽ നിന്ന് തേങ്ങയിൽ നിന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 1 തേങ്ങ എടുത്ത് നല്ല കട്ടി പാല് 1 കപ്പ് പാലാണ് വേണ്ടിയത്. ഈ 1 കപ്പ് പാലിലേക്ക് നമുക്ക് കാൽ കപ്പ് മുതൽ 1/2 കപ്പ് വരെ പഞ്ചസാര ചേർക്കാവുന്നതാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പും കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് പഞ്ചസാര. മധുരം അനുസരിച്ച് അവരവരുടെ മധുരം അനുസരിച്ച് നമുക്ക് കലക്കിയെടുക്കാം. പഞ്ചസാര നല്ലവണ്ണം അലിഞ്ഞിട്ടുണ്ട്. പഞ്ചസാര നല്ലവണ്ണം അലിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ജെലറ്റിൻ, ഞാൻ 1.5 ടേബിൾ സ്പൂൺ ജെലറ്റിനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി ഇതിലേക്ക് ചേർക്കുകയാണ്. പകുതി കോക്കനട്ട് വാട്ടറിൻ്റെ ലെയറിന് വേണ്ടി ഉപയോഗിക്കാനാണ്. ജെലറ്റിന് നല്ലപോലെ യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഏകദേശം ഒരു 2 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് സെറ്റാവും. അതിനുശേഷം നമുക്ക് എടുത്തിട്ട് കോക്കനട്ട് വാട്ടറിൻ്റെ ലെയർ സെറ്റ് ചെയ്യാം. കോക്കനട്ട് മിൽക്കിൻ്റെ ലെയർ റെഡി ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ മുകളിലേക്ക് ഇനി കോക്കനട്ട് വാട്ടറിൻ്റെ ലെയർ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് കോക്കനട്ട് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 തേങ്ങയുടെ വെള്ളമുണ്ട്, അത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം ഒരു 1/4 കപ്പിന് കുറച്ചും കൂടെ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ എടുക്കാം, അവരവരുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര എടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ പഞ്ചസാര നല്ലവണ്ണം ഈ കോക്കനട്ട് വാട്ടറിൽ അലിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ചിരുന്ന ജെലറ്റിൻ ഉരുക്കിയത് ഒഴിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ലെയർ ഒഴിച്ച് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് ജെലറ്റിൻ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ചെറുതായി ഒന്നും കൂടെ ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, അത് അലിഞ്ഞു വരും. ഇത് നമ്മൾ നല്ലപോലെ യോജിപ്പിക്കുകയാണ്. ജെലറ്റിന് നല്ല രീതിയിൽ ഇപ്പോൾ ഇതിൽ അലിഞ്ഞു വന്നിട്ടുണ്ട്. ജെലറ്റിൻ നമ്മൾ ഉരുക്കുമ്പോൾ ഒന്നുകിൽ ഡബിൾ ബോയിലിംഗ് രീതി അല്ലെങ്കിൽ മൈക്രോവേവിൽ ഒരു 15 മുതൽ 18 സെക്കൻഡ് വരെ മാത്രം വെച്ചാൽ മതി, നല്ലപോലെ ഉരുകി വരും. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അരിച്ചാണ് ഒഴിക്കുന്നത്. കോക്കനട്ട് പുഡിങ്ങിൻ്റെ 2 ലെയറും സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് റിമോൾഡ് ചെയ്യാം. റിമോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഡെക്കറേഷന് വേണ്ടി തേങ്ങ തന്നെ പഞ്ചസാര ചേർത്ത് വറുത്തെടുത്ത് പൊടിച്ചതാണ്. ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി ചെയ്യുകയാണ്.
ഇനി നമുക്കിത് മുറിച്ച് നോക്കാം. നമുക്ക് വളരെ പീസായിട്ട് എടുക്കത്തക്ക രീതിയിൽ ഈ പുഡിങ് ഉണ്ടാക്കാൻ പറ്റും. വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇത് വളരെ നല്ല രീതിയിൽ വന്നേക്കുന്നത്. മുറിച്ച് പീസാക്കി എടുക്കുകയും ചെയ്യാം. വളരെ രുചികരവും പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതുമായ ഈ പുഡിങ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.